ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത്. ഒന്ന്, നമ്മുടെ സർക്കാർ തലത്തിൽ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഹെൽത്ത് കെയർ മേഖലയിലുള്ള സ്പെൻഡിങ് വളരെ കമ്മിയാണ്. 1.5 അല്ലെങ്കിൽ 2 താഴെയാണ് പെർസെൻറ്റേജ് ഓഫ് GDP ആണ് നമ്മുടെ ഹെൽത്ത് കെയർ സ്പെൻഡിങ്. അതേസമയം ഈവൻ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ പോലും 5%, റെക്കമെൻഡഡ് 5 to 6% ഓഫ് GDP ആണ്. അതിവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്നും ഇന്ത്യയിൽ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ 60% ബെഡ് ഉള്ളത് പ്രൈവറ്റ് മേഖലയിലാണ്. 65% അടുത്ത് പെർസെൻറ്റേജ് ഹോസ്പിറ്റൽസും വർക്ക് ചെയ്യുന്നത് പ്രൈവറ്റ് മേഖലയിലാണ്. അവിടെ ഹെൽത്ത് എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയായി തന്നെ കാണേണ്ടതുണ്ട്. ആ ഹെൽത്ത് കെയറിൽ ഉള്ള സ്പെൻഡിങ് ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല. അത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ സ്പെൻഡിങ് കൂട്ടേണ്ടതുണ്ട്. അവിടെ സ്പെൻഡിങ് കൂട്ടാതെ നമ്മൾ മറ്റു എന്തിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് രണ്ട് അറ്റത്തുള്ള സ്പെക്ട്രത്തിൽ രണ്ടറ്റത്തുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. ചെറിയ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഏറ്റവും ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. രണ്ടും ആവശ്യമാണ്. കാരണം ചില ഇതിന് നമുക്ക് ഏറ്റവും ടോപ്പ് ഫെസിലിറ്റീസ് വേണം. അതേസമയം പൊതുജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിൽ അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഹെൽത്ത് കെയർ കിട്ടേണ്ടതുണ്ട്. അപ്പൊ രണ്ടും നിലനിർത്തേണ്ടതുണ്ട്. 90% അല്ലെങ്കിൽ 10% ആണ് ടോപ്പ് ലെവല്, ബാക്കിയുള്ളത് മുഴുവൻ പ്രൈമറി ലെവലാണ്. അത് നിലനിർത്തുക. സ്മോൾ ആൻഡ് മീഡിയം ഹോസ്പിറ്റൽസ് അത് വളരെ പ്രധാനപ്പെട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.